അടുത്തതായി മെയിൽ ആക്സസറി ഡക്റ്റ്. സോ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾക്ക് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സഹായിക്കുന്ന മെയിലിൽ കാണുന്ന ഹ്യൂമൻ മെയിലിൽ കാണുന്ന ആക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് റീറ്റി ടെസ്റ്റിസ്, റീറ്റി ടെസ്റ്റിസ്. രണ്ടാമത്തത് വാസ് ഇഫറൻഷ്യ, റീറ്റി ടെസ്റ്റിസ്, വാസ് ഇഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, റീറ്റി ടെസ്റ്റിസ്, വാസ് ഇഫറൻഷ്യ, എപ്പിഡിഡൈമിസ് and vas deferens. Rete testis, vas efferentia, epididymis and vas deferens. ഇത്രയാണ് മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റുകൾ. ഇനി നമ്മുടെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസ്റ്റിക്കുലർ ലോബ്യൂളുണ്ട്, 250 ലോബ്യൂളുകളുണ്ട്. ഓരോ ലോബ്യൂളിൻ്റെ ഉള്ളിൽ 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളുണ്ട് പറഞ്ഞു. ഇനി അവിടെ നിന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഈ സെക്സ് ആക്സസറി ഡക്റ്റുകളുടെ സ്ട്രക്ചർ നോക്കാം. സോ സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ടെസ്റ്റിസ്, ടെസ്റ്റിസിൽ നിന്ന് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ആ സെമിനിഫറസ് ട്യൂബ്യൂള് ഓപ്പൺ ചെയ്യുന്നത് വാസ് ഇഫറൻഷ്യ എന്ന് പറഞ്ഞ ആക്സസറി ഡക്റ്റിലേക്കാണ്. സോ ആ 1 to 3 ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സെമിനിഫറസ് ട്യൂബ്യൂള് ഓപ്പൺ ചെയ്തിട്ട് വരുന്ന ഭാഗമാണ് വാസ് ഇഫറൻഷ്യ. ഈ വാസ് ഇഫറൻഷ്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇറ്റ് ഈസ് പാസ് ത്രൂ സെമിനിഫറസ് ട്യൂബ്യൂള് ത്രൂ റീറ്റി ടെസ്റ്റിസ് എന്ന് പറഞ്ഞ ആക്സസറി ഡക്റ്റുകളിലൂടെ. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾ റീറ്റി ടെസ്റ്റിസിലൂടെ വാസ് ഇഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. സോ സെമിനിഫറസ് ട്യൂബ്യൂൾ ആ ഹൈലി കോയിൽഡായ ടെസ്റ്റിസിലെ ആ ഭാഗം റീറ്റി ടെസ്റ്റിസ് എന്ന ആക്സസറി ഡക്റ്റിലൂടെ വാസ് ഇഫറൻഷ്യ എന്ന് പറഞ്ഞ ആക്സസറി ഡക്റ്റിലേക്ക് എത്തുന്നു. ഇനി വാസ് ഇഫറൻഷ്യ ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ പുറത്തേക്ക് പോവാണ്. സോ വാസ് ഇഫറൻഷ്യ ലീവ് ടെസ്റ്റിസ്, വാസ് ഇഫറൻഷ്യ എന്ന് പറഞ്ഞ സെക്സ് ആക്സസറി ഡക്റ്റ് ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ലീവ് ടെസ്റ്റിസ് അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത്? എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ അടുത്ത ഭാഗം. സോ ഇങ്ങനെയാണ് അതിൻ്റെ പാസേജ്. ടെസ്റ്റിസിൽ നിന്ന് റീറ്റി ടെസ്റ്റിസ് വഴി വാസ് ഇഫറൻഷ്യയിലേക്ക് എത്തുന്നു. വാസ് ഇഫറൻഷ്യയിൽ നിന്ന് പുറത്തേക്ക് ടെസ്റ്റിസിൻ്റെ പുറത്തേക്കുള്ള എപ്പിഡിഡൈമിസ് എന്നൊരു ഭാഗത്തേക്ക് എത്തുന്നു. അതാണ് വാസ് ഇഫറൻഷ്യ ലീവ് ടെസ്റ്റിസ് ആൻഡ് ഓപ്പൺസ് ടു വാസ് ഇഫറൻഷ്യ എവിടേക്ക് ഓപ്പൺ ചെയ്യണ അടുത്ത ഭാഗം ആക്സസറി ഡക്റ്റായ എപ്പിഡിഡൈമിസ്. എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫസിലാണ് അതിൻ്റെ പൊസിഷൻ. ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സൈഡിലാണ് അതിൻ്റെ സർഫസ് പ്ലേസ്. സോ എപ്പിഡിഡൈമിസിൽ നിന്ന് പിന്നെ അതെത്തുന്നത് വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ അടുത്ത ആക്സസറി ഡക്റ്റിലേക്കാണ്. സോ വാസ് ഡിഫറൻസ് വരെ എത്തുന്ന ഒന്നുകൂടി പറയാം. റീറ്റി ടെസ്റ്റിസിൻ്റെ ഉള്ളിലുള്ള സെമിനിഫറസ് ട്യൂബ് റീറ്റി ടെസ്റ്റിസിൽ നിന്ന് വാസ് ഇഫറൻഷ്യ വഴി വാസ് ഇഫറൻഷ്യയിൽ നിന്ന് എപ്പിഡിഡൈമിസിലേക്ക് എത്തി. എപ്പിഡിഡൈമിസിൽ നിന്ന് വാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് എത്തി. ഇനി വാസ് ഡിഫറൻസ് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മെയിലിൻ്റെ എബ്ഡോമനിലേക്ക് എസെൻഡ് ടു ദ എബ്ഡോമൻ എബ്ഡോമനിലേക്ക് കയറാൻ തുടങ്ങും. സോ വാസ് ഡിഫറൻസിൽ നിന്ന് പിന്നെ അത് എബ്ഡോമനിലേക്ക് കയറുന്നു, എസെൻഡിങ് പൊസിഷനിലാണ്. അത് കഴിഞ്ഞിട്ട് അത് ലൂപ്പ് ഓവർ ചുറ്റുന്നു യൂറിനറി ബ്ലാഡർ. സോ വാസ് ഡിഫറൻസിൽ നിന്ന് എബ്ഡോമനിലേക്ക് കയറി യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ഓവർ ചെയ്ത് ചുറ്റി വരുന്നു. ലൂപ്പ് ഓവർ യൂറിനറി ബ്ലാഡർ ആൻഡ് ആ വരണ വഴിയിൽ ഇറ്റ് റിസീവ്സ് എ ഡക്റ്റ് ഫ്രം. സോ യൂറിനറി ബ്ലാഡറിൽ നിന്ന് ചുറ്റി ലൂപ്പ് ഓവർ ചെയ്ത് കവർ ചെയ്ത് വരുമ്പോൾ റിസീവ്സ് എ ഡക്റ്റ് ഫ്രം സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിളിൽ നിന്ന് ഒരു ഡക്റ്റിനെ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുന്നത് യൂറീത്രയിലേക്കാണ്. ഓപ്പൺസ് ഇൻ ടു യൂറീത്ര. എന്തായിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്? ആസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഇജാക്കുലേറ്ററി ഡക്റ്റ് ആയിട്ടാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. സോ റീറ്റി ടെസ്റ്റിസിൽ നിന്ന് ടെസ്റ്റിസിൻ്റെ സെമിനിഫറസ് ട്യൂബിൽ നിന്ന് റീറ്റി ടെസ്റ്റിസ് വഴി വാസ് ഇഫറൻഷ്യയിലേക്ക് എത്തി. വാസ് ഇഫറൻഷ്യയിൽ നിന്ന് എപ്പിഡിഡൈമിസിലേക്ക് ഓപ്പൺ ആവുന്നു. അപ്പോഴേക്ക് ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് ഇടുന്നു. എപ്പിഡൈമിസ് എന്ന് പറയുന്നത് ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫസ് ആണ്. എപ്പിഡിഡൈമിസിൽ നിന്ന് വാസ് ഡിഫറൻസിലേക്ക് എത്തുന്നു. വാസ് ഡിഫറൻസിൽ നിന്ന് എബ്ഡോമനിലേക്ക് കയറി മേലോട്ട് എസെൻഡ് ടു ദ എബ്ഡോമൻ. അത് കഴിഞ്ഞിട്ട് അത് യൂറിനറി ബ്ലാഡറിനെ ചുറ്റി ലൂപ്പ് ഓവർ ചെയ്ത് അതിനിടയിലായിട്ട് അതിന് ഡക്റ്റ് സെമിനൽ വെസിക്കിളിൽ നിന്ന് അതിനെ ഡക്റ്റ് റിസീവ് ചെയ്ത് യൂറീത്രയിലേക്ക് ഓപ്പൺ ആവുന്നു. യൂറീത്രയിലേക്ക് ഓപ്പൺ ആകുമ്പോൾ അത് ഒരു ഡക്റ്റായിട്ടാണ്, ഇജാക്കുലേറ്ററി ഡക്റ്റായിട്ടാണത് ഓപ്പൺ ചെയ്യുന്നത്. ഇനി ഈ ഡക്റ്റുകൾ നമ്മൾ ഈ പറഞ്ഞ ഡക്റ്റുകളൊക്കെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം. സ്പേമിനെ സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുക. എവിടെ നിന്ന്? ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക്.
ഫ്രം ടെസ്റ്റിസ് ടു ഔട്ട്സൈഡ്, ടെസ്റ്റിസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിൽ സ്റ്റോർ ചെയ്യുക ആൻഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നതാണ് ഈ ഡക്റ്റുകളുടെയൊക്കെ ഉദ്ദേശം. സോ ഈ ഡക്റ്റുകളൊക്കെ എന്താ ചെയ്യണേ? ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക്, ടെസ്റ്റിസിൻ്റെ പുറത്തേക്ക് സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് സ്പേം. അത് കഴിഞ്ഞിട്ട് ത്രൂ യുറീത്ര. സോ ഈ ടെസ്റ്റിസിൽ നിന്ന് ഔട്ട്സൈഡായി പുറത്തേക്ക് പോണ വരെയുള്ള ആ ഭാഗമാണ് നമ്മളോട് പറഞ്ഞു യുറീത്ര. ത്രൂ യുറീത്രയിലൂടെയാണ് അത് പുറത്തേക്ക് പോകണം. ഇനി യുറീത്രയുടെ ഇതെന്താണെന്ന് നോക്കിയാൽ, യുറീത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? യൂറിനറി ബ്ലാഡർ. നമ്മളിവിടെ പറഞ്ഞു ലൂപ്പ് ഓവർ യൂറിനറി ബ്ലാഡർ എന്ന് പറഞ്ഞു. വാസ് ഡിഫറൻസ് അബ്ഡോമനിലേക്ക് കയറി യൂറിനറി ബ്ലാഡറിനെ ചുറ്റി അതിന് ഇടയിലുള്ള റിസീവ് ചെയ്യണോ, ഡക്റ്റ് റിസീവ് ചെയ്യണോ, സെമിനൽ വെസിക്കിൾ എന്ന് പറഞ്ഞു. അപ്പോൾ യുറീത്ര ഒറിജിനേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? യൂറിനറി ബ്ലാഡറിൽ നിന്നാണ്. സോ യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത യുറീത്ര എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണോ? എക്സ്റ്റെൻഡ് ത്രൂ പെനീസ് വരെ. സോ യുറീത്ര എക്സ്റ്റെൻഡ് ത്രൂ പെനീസ്. യുറീത്ര പെനീസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണം. യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യണ യുറീത്ര പെനീസ്, മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് പെനിസ്. പെനിസ് എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. സോ യുറീത്ര അവിടെ നിന്ന് തൊട്ട് പെനിസ് വരെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഈ പെനിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് കൊണ്ട് മെയിലിന് ഈ സ്പേം പാസ് ചെയ്യാനും യൂറിൻ പാസ് ചെയ്യാനും സിംഗിൾ ഓപ്പണിംഗ് എന്നാണ് പറയാം. അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. പക്ഷേ രണ്ടും, യൂറിൻ പാസ് ചെയ്യാനും അതുപോലെ സ്പേം പാസ് ചെയ്യാനും സിംഗിൾ ഓപ്പണിംഗ് ആണുള്ളത്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന യുറീത്ര എവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യണു? പെനിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യണു. അതുകൊണ്ട് സിംഗിൾ ഓപ്പണിംഗ്. സോ യൂറിനും പാസ് ചെയ്യും, സ്പേം അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നും മാത്രം. ഇനി പെനിസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പെനിസ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ, മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ എക്സ്റ്റേണൽ ജെനിറ്റാലിയായ പെനിസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പെനിസ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ്. ആ ടിഷ്യൂ കാരണമാണ് പെനിസ് ഇറക്റ്റ് ചെയ്യണത്. ഇറക്ഷൻ ഓഫ് പെനിസിൻ്റെ കാരണക്കാരനായത് ആ സ്പെഷ്യൽ ടിഷ്യൂ പെനിസിൽ ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ പെനിസ് ഇറക്റ്റായി നിന്നാൽ മാത്രമേ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുള്ളൂ. ഫെസിലിറ്റേറ്റ് ഇൻസെമിനേഷൻ. എന്തായിരുന്നു ഇൻസെമിനേഷൻ? മെയിൽ ഗാമറ്റ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറഞ്ഞത് ഇൻസെമിനേഷൻ. സോ ഇൻസെമിനേഷൻ മെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൽ നിന്ന് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തണമെങ്കിൽ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കണം. ഇൻസെമിനേഷൻ നടക്കണമെങ്കിൽ പെനിസ് ഇറക്റ്റ് ആവണം, റിജിഡ് ആവണം. ഈ ഇറക്ഷന് വേണ്ടി സഹായിക്കുന്നത് പെനിസിലുള്ള സ്പെഷ്യലായിട്ടുള്ള ടിഷ്യൂകളാണ് പെനിസിനെ ഇറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ പെനിസ് വരെ എത്തി. നമ്മുടെ യുറീത്ര പെനിസ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി ആ പെനിസിൽ നിന്ന് ടു ഇറ്റ്സ് എക്സ്റ്റേണൽ, പെനിസിൽ നിന്ന് അതിൻ്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ്, ടു ഇറ്റ്സ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ് യുറീത്രൽ മീറ്റസ്. പെനിസ് ടു ഇറ്റ്സ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആണ് യുറീത്രൽ മീറ്റസ്. യുറീത്രൽ മീറ്റസിലൂടെ അതുപോലെ. ഇനി അടുത്തത് ഈ പെനിസിൻ്റെ അറ്റഭാഗം, എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ്. പെനിസിൻ്റെ ഏറ്റവും അറ്റത്തുള്ള എൻലാർജ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. പെനിസിൻ്റെ എൻഡിങ്ങിലുള്ള എൻലാർജ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ട് ഒരു ലൂസായിട്ടുള്ള ഫോൾഡായിട്ടുള്ള ഒരു ലൂസ് ഫോൾഡുള്ള ഒരു സ്കിന്ന് പോലത്തെ ഒരു ടിഷ്യൂ ഉണ്ടായിരിക്കും. സോ ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്ന് നമ്മുടെ ഗ്ലാൻസ് പെനിസിനുണ്ടായിരിക്കും. ആ കവറിങ് ഓഫ് ഗ്ലാൻസ് പെനിസിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ അഥവാ പെർപ്യൂസ്. സോ പെനിസിൻ്റെ ഏറ്റവും എൻഡിലുള്ള എൻലാർജ്ഡ് പോർഷനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻസ് പെനിസ്. ഈ ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ട് ഒരു ലൂസ് ഫോൾഡ് സ്കിൻ ഉണ്ടായിരിക്കും. ആ സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് ഫോർ സ്കിൻ അഥവാ പെർപ്യൂസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ആക്സസറി ഗ്ലാൻഡുകൾ, റീപ്രൊഡക്ഷനെ മെയിൽ റീപ്രൊഡക്ഷൻ സഹായിക്കുന്ന ആക്സസറി ഗ്ലാൻഡുകൾ എന്ന് പറയുന്നത്, ഒന്ന് പെയേർഡ് സെമിനൽ വെസിക്കിൾ, രണ്ട് സെമിനൽ വെസിക്കിൾ, പിന്നെ ഒരു പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്. സോ സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പിന്നത്തെ ആക്സസറി ഗ്ലാൻഡ് എന്ന് പറയുന്നത് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. പിന്നെ മൂന്നെണ്ണമാണ്, മൂന്ന് ടൈപ്പ്. സെമിനൽ വെസിക്കിൾസ് പെയേർഡാണ്, അതുപോലെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പിന്നെ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്, അതും പെയേർഡാണ്. ഈ ഗ്ലാൻഡുകളിൽ നിന്നൊക്കെ ഒരുപാട് സെക്രീഷൻസ് ഉണ്ടായിരിക്കും. സെക്രീഷൻസ് ഓഫ് ദിസ് ഏതൊക്കെ? സെമിനൽ വെസിക്കിൾ, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, അതുപോലെ ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഈ പറഞ്ഞ ഗ്ലാൻഡുകളിൽ നിന്നുള്ള സെക്രീഷൻസ് അടങ്ങിയതിനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഈ ഗ്ലാൻഡുകളിൽ നിന്ന് വരുന്ന സെക്രീഷനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയിൽ ഒരുപാട് ഫ്രക്ടോസ്, കാൽസ്യം, അതുപോലെ ഒരുപാട് ചില എൻസൈമുകളും കാണുന്നു.
സോ ഫ്രക്ടോസ്, കാൽസ്യം, എൻസൈംസുകളൊക്കെ സെമിനൽ പ്ലാസ്മയിൽ ഉണ്ടായിരിക്കും. സെമിനൽ പ്ലാസ്മ എന്താണ്? ഈ പറഞ്ഞ ആക്സസറി ഗ്ലാൻഡുകൾ, പെയർഡ് ആയിട്ടുള്ള സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്, ഇവിടെ നിന്നൊക്കെ വരുന്ന സെക്രീഷൻസ് ആണ് സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് സർട്ടൻ എൻസൈംസ് ഉണ്ടാവും. അതുപോലെ ബൾബോ യൂറീത്രൽ ഗ്ലാൻഡിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും സഹായിക്കും. സോ ലൂബ്രിക്കേഷൻ ഓഫ് പെനിസിനെ സഹായിക്കുന്ന ഒരു ഗ്ലാൻഡും കൂടിയാണ് ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ്. ഒരിക്കൽ കൂടി പറയാം, ആക്സസറി ഡക്റ്റുകൾ റീറ്റി ടെസ്റ്റിസ്, സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ടെസ്റ്റിസിൻ്റെ ഉള്ളിലെ സെമിനിഫറസ് ട്യൂബിളിൽ നിന്ന് വാസ് ഡിഫറൻഷ്യയിലേക്ക് എത്തുന്നു. വാസ് ഡിഫറൻഷ്യയിലേക്ക് എത്തുന്നത് റീറ്റി ടെസ്റ്റിസ് വഴിയാണ്. അത് കഴിഞ്ഞ് വാസ് ഡിഫറൻഷ്യ എപ്പിഡിഡൈമിസ് എന്ന് പറഞ്ഞ പോർഷനിലേക്ക് എത്തുന്നു. എപ്പിഡിഡൈമിസ് എന്ന് പറയുന്നത് ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സർഫസിലുള്ള ഭാഗമാണ്. ആ എപ്പിഡിഡൈമിസ് വാസ് ഡിഫറൻസിലേക്ക് എത്തി. വാസ് ഡിഫറൻസ് എബ്ഡോമനിലേക്ക് കയറി യൂറിനറി ബ്ലാഡറിനെ ലൂപ്പ് ഓവർ ചെയ്ത് ചുറ്റി അതിന് ഇടയിൽ റിസീവ് ഒരു സെമിനൽ വെസിക്കിളിൽ നിന്ന് ഡക്റ്റ് റിസീവ് ചെയ്യുന്നു. എന്നിട്ട് യൂറീത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്ത് ഫോമിൽ? ഈ ജാക്കുലേറ്ററി ഡക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഈ ഡക്റ്റുകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, സ്പേമിനെ സ്റ്റോർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എവിടെ നിന്ന് എവിടെ വരെ? ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് വരെ ത്രൂ യൂറീത്രയിലൂടെ പുറത്തേക്ക് ടെസ്റ്റിസിൽ നിന്ന് പാസ് ചെയ്യാനായിട്ട് ഈ ഡക്റ്റുകൾ സഹായിക്കുന്നു. യൂറിനറി ബ്ലാഡറിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് പെനിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നു. അത് കഴിഞ്ഞ് പെനിസ് എക്സ്റ്റേണൽ ഓപ്പണിംഗ് ആയി യൂറീത്രൽ മീറ്റസിലേക്ക് എത്തുന്നു. പെനിസിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതിനൊരു സ്പെഷ്യൽ ടിഷ്യൂ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെനിസ് ഇറക്റ്റ് ചെയ്യാനും അതുവഴി ഇൻസെമിനേഷൻ നടക്കാനും സഹായിക്കുന്നു. അതുപോലെ പെനിസിൻ്റെ ഏറ്റവും എൻഡിലുള്ള അഗ്രഭാഗത്തെ വിളിക്കുന്ന പേരാണ് എൻലാർജ്ഡ് പോർഷൻ ഗ്ലാൻസ് പെനിസ്. അതിനെ കവർ ചെയ്തിട്ടുള്ള ലൂസ് ഫോൾഡ് ഓഫ് സ്കിന്നാണ് പെർപ്യൂസ് അഥവാ ഫോർ സ്കിൻ. ആക്സസറി ഗ്ലാൻഡുകളായ സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് ഇവരൊക്കെ സെക്രീറ്റ് ചെയ്യുന്ന ഇതിനെ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ്, കാൽസ്യം ആൻഡ് എൻസൈംസ് ഉണ്ടായിരിക്കും. ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനും സഹായിക്കും. ഇനി നമുക്ക് ഈ ഹ്യൂമൻ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആ പിക്ചർ ഒന്ന് നോക്കിയിട്ട് ഇതൊന്നും കൂടി പറയാം.